കാസർഗോഡ് നിന്നും കാഞ്ഞങ്ങാട്ടേക്ക് പോകുന്ന വഴിയിലെ റോഡരികിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇത് ചട്ടഞ്ചാൽ പ്രദേശമാണ്. ഈ റോഡരികിനോട് ചേർന്ന് ഒരു ചെറിയൊരു ഗ്രൗണ്ട് കാണുന്നുണ്ട്. ഈ ഗ്രൗണ്ടിൽ നിരവധി വാഹനങ്ങളാണ്, ഏകദേശം 300-ൽ പരം വാഹനങ്ങളാണ് ഈ ഗ്രൗണ്ടിൽ തന്നെ ഉള്ളത്. ഏകദേശം 6-7 വർഷത്തോളം പഴക്കമുള്ള വാഹനങ്ങളാണ് ഈ കാണുന്നതെല്ലാം. ജീപ്പുണ്ട്, ഓട്ടോറിക്ഷകളുണ്ട്, വാനുകളുണ്ട്, അത്തരത്തിൽ ഒരുപാട് വാഹനങ്ങൾ നമുക്ക് ഈ ഗ്രൗണ്ടിലായി കാണാം. നമുക്കറിയാം അതായത് ഈ ഒരു പോലീസ് സ്റ്റേഷൻ വിദ്യാനഗർ, ബേക്കൽ, അതുപോലെ തന്നെ മേൽപ്പറമ്പ് പോലീസ്, വിവിധ പോലീസ് സ്റ്റേഷൻ, മേൽപ്പറമ്പ് അടക്കമുള്ള പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് പിടിച്ചെടുത്ത വാഹനങ്ങളാണ് ഈ കാണുന്നവയെല്ലാം. മോഷണ കേസുകൾ, അതുപോലെ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ആക്സിഡന്റ് കേസുകൾ ഉൾപ്പെടെയുള്ള വിവിധ കേസുകളിൽ ഉൾപ്പെട്ട വാഹനങ്ങളാണ് ഇതെല്ലാം. ഏകദേശം 6-7 വർഷത്തോളം പഴക്കമുള്ള വാഹനങ്ങളാണ് ഇതെല്ലാം. അത് മുഖേന തന്നെ ഇത് ഒരുപാട്, അതായത് രാത്രി കാലങ്ങളിലൊക്കെ ഈ ഒരു പ്രദേശത്ത് ലഹരി ആളുകളുടെ ഒരുപാട് സംഘങ്ങൾ തന്നെ ഇവിടെ ഉണ്ടാവാറുണ്ട്. അത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഈ നാട്ടുകാർ അനുഭവിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇപ്പോൾ തീപിടുത്തങ്ങളടക്കം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യം തന്നെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. എന്തായാലും ഇവിടെയുള്ള നാട്ടുകാരടക്കം നമ്മളുടെ കൂടെ ചേരുന്നുണ്ട്. ചേട്ടാ, ഇപ്പം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ ഒരു പ്രശ്നം, അതായത് ഒരുപാട് വാഹനങ്ങൾ കൂട്ടിയിടുന്നു. അപ്പം നിങ്ങൾ നാട്ടുകാർ എന്ന രീതിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടല്ലോ? തീർച്ചയായിട്ടും നാട്ടുകാരെന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇതിൽ ഉടലെടുത്തത് കൊണ്ടാണ് നാട്ടുകാർ ഇതിൽ ജനകീയ ആക്ഷൻ കമ്മിറ്റി, വാഹന ശവപ്പറമ്പിനെതിരെയുള്ള ജനകീയ ആക്ഷൻ കമ്മിറ്റി 2016 മുതൽ വളരെ നിരന്തരമായ സമരത്തിലൂടെ സർക്കാരിന് മുമ്പിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 2015 മുതലാണ് ഇവിടെ വാഹനങ്ങൾ ഡംപ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ പോലീസ് സ്റ്റേഷനുകളും അതുപോലെ തന്നെ കളക്ടറേറ്റുകളൊക്കെ ഉള്ള പിടിച്ചെടുക്കപ്പെടുന്ന വാഹനങ്ങളാണ് ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്നത്. ഇത് സർക്കാർ സ്ഥലമാണ്. പക്ഷേ സർക്കാർ സ്ഥലത്തായതുകൊണ്ട് ഇതിന് സർക്കാർ ഒരു ലാഘവത്തോടു കൂടിയാണ് കാണുന്നത്. ഇവിടുന്ന് മാറ്റി അവരെ കൊണ്ടുപോകുവാനോ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇത് സാമൂഹ്യ വിരുദ്ധരുടെ ഒരു താവളമായി മാറിയിരുന്നു. 2016 മുതൽ ഞങ്ങൾ നിരന്തരമായ സമരത്തിലാണ്. കളക്ടറേറ്റ് മാർച്ച് ഉൾപ്പെടെയുള്ള സമരങ്ങൾ നടത്തി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നിവേദനം നൽകി. പക്ഷേ ഒരു കാരണവശാലും ഇവിടുന്ന് ഇത് മാറ്റി കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഇതിനെ സർക്കാരിലേക്ക് തന്നെയുള്ള ഒരു റവന്യൂ വരവാക്കി മാറ്റുവാനോ സർക്കാരിന് പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ വാഹനങ്ങൾ മുഴുവനും ആർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഇത് മാറിയിരിക്കുന്നു. കാരണം ഇതിലിപ്പോൾ മോഷണ കേസുകളടക്കം നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു രാത്രികാലങ്ങളിൽ. തീർച്ചയായിട്ടും ഇപ്പം നമുക്ക് ഈ വാഹനം കണ്ടാൽ തന്നെ അറിയാം, ഈ വാഹനത്തിൻ്റെ ഏതൊരു പാർട്സും ഇതില്ല എന്നുള്ളത്. ടയർ ഉൾപ്പെടെയുള്ള, എഞ്ചിൻ ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും അഴിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അതൊരു മോഷണം തന്നെയാണ്. ആര് കൊണ്ടുവന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് ആർക്കും അറിയില്ല. പക്ഷെ അതിനേക്കാളും വലിയ ദുരന്തം എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി ഇത് മാറിയിരിക്കുന്നു. കഞ്ചാവ് ഉൾപ്പെടെ എല്ലാ ലഹരി വസ്തുക്കളും വിൽപ്പന കേന്ദ്രങ്ങളും തൊട്ടടുത്താണ് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. 3500-ലധികം കുട്ടികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം 100 മീറ്റർ അകലെയാണ് ഈ വാഹനം ഡംപ് ചെയ്യുന്നതിൻ്റെ. ആ കുട്ടികളടക്കം ഈ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നത് ഇത്തരം കേന്ദ്രങ്ങളിലൂടെയാണ്. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാതെ പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പുള്ള ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത്. സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറുന്നു എന്നതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന് 2-3 പ്രാവശ്യം തീപിടുത്തമുണ്ടായി. അതിൻ്റെ അന്തരീക്ഷ മലിനീകരണം നമുക്കറിയാം. തീർച്ചയായിട്ടും വാഹനം കത്തുമ്പോഴുണ്ടാകുന്ന ഓയിൽ ഉൾപ്പെടെയുള്ള വസ്തുക്കളാണ് ഇതിലുള്ളത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ആളുകളുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്കും അത് കാരണമായി തീരുകയാണുള്ളത്. ഇപ്പോൾ ഒരുപാട് ഏകദേശം 6-7 കൊല്ലത്തോളമായി ഈ വാഹനം ഇവിടെ പഴക്കം ചേർന്ന് കിടക്കുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ ഈ തൊട്ടടുത്തുള്ള താമസക്കാർ, അതേപോലെ ടൗണാണ്, ഈ ടൗണിൻ്റെ അടുത്തുള്ള കച്ചവടക്കാർ എല്ലാം ഈ നിരവധി പ്രാവശ്യം ഇവിടെ ഈ തീപിടുത്തം നടന്നു. എല്ലാം ഇതിൻ്റെ അന്തരീക്ഷത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതേപോലെ മറ്റ് അനാശാസ്യ പ്രവർത്തനങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ കയ്യോടെ പിടികൂടുകയും പല പ്രശ്നങ്ങളിലും നടന്നിട്ടുണ്ട് ഇവിടെ. എന്തായാലും സമീപത്തൊരു സ്കൂളുണ്ട്. ഈ സ്കൂൾ കുട്ടികൾക്കടക്കം പോകാനുള്ള വഴി കൂടിയാണിത്. ഒപ്പം തന്നെ ഇതാ കാണുന്ന ഒരു വീട് കൂടി ഇവിടെയുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ തന്നെ ഈ നാട്ടുകാരടക്കം അനുഭവിക്കുന്നുണ്ട്. ഒരുപാട് വാഹനങ്ങൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. എല്ലാ തരത്തിലുള്ള വാഹനങ്ങളും ഇവിടെയുണ്ട്. കോടികൾ അല്ലെങ്കിൽ ലക്ഷങ്ങൾ വില വരുന്ന വാഹനങ്ങളാണ് ഇതെല്ലാം എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത. എന്തായാലും അധികൃതരെല്ലാം കാണട്ടെ, കണ്ണു തുറക്കട്ടെ എന്നേ നമുക്ക് പറയാൻ കഴിയൂ.